വിശദമായി കടക്കുമ്പോൾ ബാദലിന് നേരെ വെടിവെപ്പ്. പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അവസരോചിതമായി ഇടപെട്ട് അനുയായികൾ അക്രമിയെ തടഞ്ഞതിനാൽ ബാദലിന് പരിക്കേറ്റിട്ടില്ല. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് തീവ്രവാദ സംഘടനയായ BKI അംഗം നരേൻ സിംഗ് ചൗരയാണ് വെടിയുതിർത്തത്. ശിക്ഷയുടെ ഭാഗമായി സുവർണ ക്ഷേത്രത്തിന് മുന്നിൽ കഴുത്തിൽ പ്ലക്കാർഡ് ധരിച്ച് വീൽചെയറിലിരിക്കുമ്പോഴാണ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വെടിയുതിർത്തത്. വെടിവെക്കാൻ തുടങ്ങുന്നത് കണ്ട ബാദലിന്റെ അനുയായികൾ അക്രമിയെ അതിവേഗം തടഞ്ഞതിനാൽ ബാദലിന് വെടിയേറ്റില്ല. ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ എന്ന തീവ്രവാദി സംഘടനാംഗമാണ് നരേൻ സിംഗ് ചൗര എന്നാണ് പ്രാഥമിക വിവരം. 1984 പഞ്ചാബിലേക്ക് ആയുധവും സ്ഫോടക വസ്തുക്കളും കടത്തിയ കേസിലും ജയിൽ ചാടിയ കേസിലും പ്രതിയാണ് ചൗര. സിഖ് മതത്തിന്റെ പരമോന്നത സമിതിയായ അകാൽ തഖ്ത് വിധിച്ച ശിക്ഷയുടെ ഭാഗമായിട്ടാണ് ബാദൽ സുവർണക്ഷേത്രത്തിലെത്തിയത്. 2007-17 കാലത്തെ അകാലിദൾ സർക്കാരിന്റെ സിഖ് മതവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലായിരുന്നു ശിക്ഷ. ബാദലിനൊപ്പം മന്ത്രിസഭാംഗങ്ങളായിരുന്ന സിഖ് മതവിഭാഗക്കാർക്കും ശിക്ഷ വിധിച്ചിരുന്നു. ശിക്ഷയുടെ ഭാഗമായി ഇന്നലെ അദ്ദേഹം സുവർണക്ഷേത്രത്തിലെ അടുക്കളയും കക്കൂസും വൃത്തിയാക്കി. സുരക്ഷാ ഭടന്മാരുടെ നീലക്കുപ്പായം ധരിച്ച് കുന്തം പിടിച്ച് കഴുത്തിൽ പ്ലക്കാർഡ് തൂക്കി വീൽചെയറിൽ ഇരിക്കുകയായിരുന്നു ഇന്നു ബാദൽ. പഞ്ചാബിനെ വീണ്ടും കലാപത്തിലേക്ക് തള്ളാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് അക്രമമെന്ന് ശിരോമണി അകാലിദൾ ആരോപിച്ചു. സുവർണക്ഷേത്രത്തിന് മുന്നിൽ തന്നെ കഴിയുന്ന ബാദലിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് തന്നെ. ദിവസം നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. BJP പാർലമെന്ററി പാർട്ടി യോഗമാണ് ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തത്. സത്യപ്രതിജ്ഞ നാളെ നടക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും ആഭ്യന്തര വകുപ്പ് ആർക്കെന്നതിൽ അവ്യക്തത തുടരുകയാണ്. BJPയിൽ നിന്നും ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും. നാളെ വൈകിട്ട് 5 മണിക്ക് ആസാദ് മൈതാനത്ത് സത്യപ്രതിജ്ഞ. 5-4 ഭൂരിപക്ഷത്തിൽ നേടിയ അത്ഭുത വിജയം. മഹായുദ്ധിക്കാകെ നാണക്കേടായി 11 ദിവസം നീണ്ട മുഖ്യമന്ത്രി പ്രഖ്യാപനം. ആഭ്യന്തര വകുപ്പ് നൽകാതെ സർക്കാരിലേക്കില്ലെന്ന ശിവസേന നിലപാടാണ് മുഖ്യ തടസ്സമായി നിന്നത്. ഇതിൽ ഇപ്പോഴും തീരുമാനം എന്തെന്ന പ്രഖ്യാപനം വന്നിട്ടില്ല. ശിവസേനയുടെ ഔദ്യോഗിക പ്രതികരണവും വന്നിട്ടില്ല. മുഖ്യമന്ത്രിയായി ഫട്നാവിസും ഉപമുഖ്യമന്ത്രിമാരായി ശിവസേനയിൽ നിന്നും ഏക്നാഥ് ഷിൻഡെയും NCPയിൽ നിന്നും അജിത് പവാറും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. ഇനി തീരുമാനം പറയേണ്ടത് ശിവസേനയും ഷിൻഡെയുമാണ്. BJP ദേശീയ നേതൃത്വത്തിൽ നിന്നും നിരീക്ഷകരായി എത്തിയ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന പാർലമെന്ററി പാർട്ടിയാണ് ഫട്നാവിസിനെ ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തത്. ചന്ദ്രകാന്ത് പാട്ടീലാണ് യോഗത്തിൽ പേര് നിർദ്ദേശിച്ചത്. പങ്കജ് മുണ്ടെ പിന്താങ്ങി. ഐകകണ്ഠ്യേന തീരുമാനം വന്നു. 3ാം തവണയാണ് 54-കാരനായ ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുന്നത്. 2014 44-ാം വയസ്സിലാണ് അന്ന് BJP മഹാരാഷ്ട്ര അധ്യക്ഷനായിരുന്ന ഫട്നാവിസ് ആദ്യ തവണ മുഖ്യമന്ത്രിയായത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. വില കൂട്ടി സപ്ലൈകോ. വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാർ ബുദ്ധിമുട്ടുമ്പോൾ അവശ്യ സാധനങ്ങളുടെ വില വീണ്ടും കൂട്ടി സപ്ലൈകോ. സബ്സിഡി സാധനങ്ങൾക്കാണ് വീണ്ടും വില കൂട്ടിയത്. ജയ അരി, പച്ചരി, വെളിച്ചെണ്ണ, വൻപയർ തുടങ്ങിയ സാധനങ്ങൾക്ക് വില കൂട്ടും. സപ്ലൈകോയിൽ കിലോയ്ക്ക് 29 രൂപയായിരുന്ന ജയ അരിക്ക് 33 രൂപയാക്കി. 26 രൂപയായിരുന്ന പച്ചരി 3 രൂപ വർദ്ധിപ്പിച്ച് 29-ലേക്കെത്തി. വൻപയർ വില കുതിച്ചത് 75-ൽ നിന്ന് 79-ലേക്ക്. വെളിച്ചെണ്ണ വില കേട്ടാൽ പൊള്ളും. 55 രൂപയ്ക്ക് കിട്ടിയിരുന്ന 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇനി 65 രൂപ നൽകണം. 13 ഇന സബ്സിഡി സാധനങ്ങളിൽ പലതും സപ്ലൈകോയിൽ ഇല്ല. ഇതിനിടയിലാണ് വില വർധന. പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് വില കൂടിയതാണ് സപ്ലൈകോയെയും വില കൂട്ടാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ഓണത്തിന് മുൻപ് 13 ഇന സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടിയിരുന്നു. വിതരണക്കാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. വില കൂട്ടാതെ സപ്ലൈകോയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. ക്രിസ്മസ്, പുതുവത്സര വിപണി മുന്നിൽ കണ്ടാണ് സപ്ലൈകോയുടെ നീക്കം.
എല്ലാ സബ്സിഡി സാധനങ്ങളും ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിക്കാൻ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും സപ്ലൈകോ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടാവാനാണ് സാധ്യത. ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധമാകും നിരക്ക് വർധനവ്. ഈ വർഷം യൂണിറ്റിന് 40 പൈസയും ജനുവരി മുതൽ വേനൽക്കാല പ്രത്യേക നിരക്കായി യൂണിറ്റിന് 10 പൈസ അധികവും വർദ്ധിപ്പിക്കണമെന്നതാണ് KSEBയുടെ ആവശ്യം. യൂണിറ്റിന് 20 പൈസ വർദ്ധിപ്പിക്കാനാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ആലോചനയെന്നാണ് സൂചന. ഉപതെരഞ്ഞെടുപ്പ് കാരണമാണ് നിരക്ക് വർധനവ് തീരുമാനം വൈകുന്നത്. കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കര തിരുവോണത്തിന്റെ നാട് എന്നു പേരിൽ കൂടി അറിയപ്പെടുന്നതുണ്ട്. ആ ക്ഷേത്രത്തെ ചൊല്ലി ഇപ്പോൾ മറ്റൊരു അവകാശ തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. തൃക്കാക്കര കളമശ്ശേരി നഗരസഭകൾ തമ്മിലുള്ള അതിർത്തി തർക്കം കോടതി കയറുന്ന സാഹചര്യത്തിലാണ്. 3 അടി മണ്ണ് ചോദിച്ചെത്തിയ വാമനന് മുന്നിൽ തലകുനിച്ചു കൊടുത്ത മഹാബലിക്ക് പോലും ഇത്ര ആശയക്കുഴപ്പമുണ്ടായി കാണില്ല. അത്ര കണ്ട് സങ്കീർണമാണ് ഇപ്പോഴത്തെ സ്ഥിതി. ക്ഷേത്രം തങ്ങളുടെ പരിധിക്കുള്ളിലാണെന്നാണ് തൃക്കാക്കര നഗരസഭയുടെ അവകാശവാദം. ഡീലിമിറ്റേഷൻ സമയത്ത് തങ്ങളുടെ അവകാശം പരിഗണിക്കാമെന്ന വാഗ്ദാനമുണ്ടായിരുന്നതായും തൃക്കാക്കര നഗരസഭ അധ്യക്ഷ രാധാമണിപ്പിള്ള പറയുന്നു. തൃക്കാക്കര അമ്പലം പഞ്ചായത്തായിരുന്ന കാലത്ത് മുതൽ തൃക്കാക്കരയുടെ തന്നെയാണ്. അങ്ങനെയാണ് തൃക്കാക്കര എന്നുള്ള പേര് വന്നത്, തൃക്കാൽക്കര. ഇപ്പോൾ 2005 ഇത് പഞ്ചായത്തായിരുന്നു. ആ സമയത്ത് നമ്മളിത് ആവശ്യപ്പെട്ടു. അതിന് മുമ്പ് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് വേണമെന്ന്. പക്ഷേ അവിടെ തിരുവനന്തപുരത്ത് ഒരു ഹിയറിങ്ങിന് വിളിച്ചപ്പം അന്ന് ഇവിടുത്തെ ഭരണസമിതി ആരും ആ ഹിയറിങ്ങിന് പോയില്ല. അന്ന് കളമശ്ശേരി ഭരിച്ചിരുന്ന അവരെല്ലാവരും കൂടി ഒരു വണ്ടി വിളിച്ച് ആളുകൾ അവിടെ പോയി. അപ്പം നമ്മൾക്ക് വേണമെന്ന് പറയാൻ ആരും പോയില്ല. അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടാൻ അവർ പോയപ്പോൾ ഇത് അവർക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനമാക്കി വിട്ടു. എന്തായാലും നമ്മളിത് കോടതി പോയാലും തിരിച്ച് പിടിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. തൃക്കാക്കര അപ്പൻ തൃക്കാക്കരയുടെ തന്നെയാണ്. എന്നാൽ തൃക്കാക്കര നഗരസഭയുടേത് ബാലിശമായ അവകാശവാദമാണെന്നാണ് കളമശ്ശേരി നഗരസഭയുടെ നിലപാട്. തൃക്കാക്കര എന്ന പേരുള്ളതുകൊണ്ട് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ലെന്നും നഗരസഭാ കൗൺസിലറും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റുമായ പ്രമോദ് തൃക്കാക്കര പറഞ്ഞു. തികച്ചും ഒരു അനാവശ്യമായ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഒരു ചില വ്യക്തി താല്പര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇത് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത് മുൻപും ഈ ആവശ്യം പലരും ഉന്നയിച്ചു, പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. ഞാൻ ചോദിക്കുന്ന 3-4 ചോദ്യങ്ങളാണ്. അതായത് തൃക്കാക്കര നഗരസഭ അതായത് തൃക്കാക്കര പഞ്ചായത്ത് കാലത്ത് തൃക്കാക്കര മഹാക്ഷേത്രം ഉൾപ്പെടെ തൃക്കാക്കരയുടെ കളമശ്ശേരി നഗരസഭയുടെ പല ഭാഗങ്ങളും തൃക്കാക്കര പഞ്ചായത്തിലായിരുന്നു. അതിനുശേഷമാണ് കളമശ്ശേരി നഗരസഭ രൂപപ്പെടുന്നതും തൃക്കാക്കര പഞ്ചായത്തിൽ നിന്ന് പല ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് കളമശ്ശേരി നഗരസഭ രൂപപ്പെട്ടിരിക്കുന്നത്. ആ കളമശ്ശേരി നഗരസഭ രൂപപ്പെടുന്ന സമയത്ത് ഇന്നും കളമശ്ശേരി നഗരസഭയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത് തൃക്കാക്കര നോർത്ത് വില്ലേജിലാണ്. ക്ഷേത്രം തങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്കാക്കണമെന്ന് തൃക്കാക്കര നഗരസഭയും വിട്ടുതരില്ലെന്ന് കളമശ്ശേരി നഗരസഭയും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിട്ടുണ്ട്. 2 നഗരസഭകളും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കാലങ്ങളായി കളമശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിലാണ് തൃക്കാക്കരയിൽ ഓണാഘോഷവും മറ്റു പരിപാടികളും നടക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കേരളിന് ജീവൻ വയ്ക്കും. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ-റെയിലിന്റെ ഭാവി നാളെ അറിയാം. ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരും കെ-റെയിൽ ഉദ്യോഗസ്ഥരുമായുള്ള നിർണായകമായ ചർച്ച നാളെ കൊച്ചിയിലാണ് നടക്കുന്നത്. റെയിൽവേക്ക് സമാനമായ ബ്രോഡ്ഗേജ് പാതയിലേക്ക് കെ-റെയിൽ പദ്ധതി പരിഷ്കരിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാവും. DPR പരിഷ്കരിച്ചാൽ കെ-റെയിൽ പദ്ധതി വീണ്ടും പരിഗണിക്കാമെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പുതിയ നിലപാടാണ് കേരളത്തിന്റെ കെ-റെയിൽ മോഹങ്ങൾക്ക് വീണ്ടും ചിറകുമുളപ്പിച്ചത്. നാളെ കൊച്ചിയിൽ നടക്കുന്ന ചർച്ച ഇക്കാര്യത്തിൽ നിർണായകമാണ്. പദ്ധതി വീണ്ടും പരിഗണിക്കാമെന്ന നിലപാടെടുത്തെങ്കിലും റെയിൽവേ ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഗേജ് എന്ന ആശയം ഉപേക്ഷിക്കുക, പകരം റെയിൽവേക്ക് സമാനമായ ബ്രോഡ്ഗേജ് തെരഞ്ഞെടുക്കുക, പരമാവധി റെയിൽവേ ലൈനുകൾക്ക് സമാന്തരമായി മാത്രം കെ-റെയിലിന്റെ പാതയും കടന്നുപോവുക, വേഗം കൂടിയ ചരക്ക് ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന രീതിയിൽ പാത നിർമ്മിക്കുക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 220 കിലോമീറ്റർ വേഗതയിൽ കെ-റെയിൽ കുതിച്ചു പായുമെന്നാണ്
സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. നിലവിൽ കേരളത്തിൽ റെയിൽവേക്ക് ലഭിക്കുന്ന പരമാവധി വേഗം വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ 160 കിലോമീറ്ററാണ്. ബ്രോഡ്ഗേജിലേക്ക് മാറ്റി പദ്ധതി വിഭാവനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ റെയിൽവേ ആവശ്യങ്ങളും ഈ പാതയിലൂടെ നിർവഹിക്കാൻ കേന്ദ്രം ലക്ഷ്യമിടുന്നുവെന്നാണ് സൂചന. അതായത് കേരയിൽ റെയിൽവേ സഹകരണം കൂടുതൽ വ്യക്തമാക്കുന്നതായി പദ്ധതി മാറ്റിയെടുക്കണം. കേന്ദ്രത്തിന്റെ പുതിയ ആവശ്യങ്ങൾ സംബന്ധിച്ച് നാളത്തെ ചർച്ചയിൽ വ്യക്തതയുണ്ടാകും. ജനവാസ മേഖലയിലൂടെ പദ്ധതി കടന്നുപോകുന്നതാണ് സംസ്ഥാനത്ത് വലിയ സമരങ്ങൾക്ക് ഇടവച്ചത്. ജനജീവിതത്തെ പരമാവധി ബാധിക്കാത്ത തരത്തിൽ എലവേറ്റഡ് പാത വേണമെന്ന നിർദ്ദേശം റെയിൽവേ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. പാരിസ്ഥിതിക സാങ്കേതിക കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തിയാൽ പദ്ധതി പരിഗണിക്കാമെന്ന കേന്ദ്രമന്ത്രിയുടെ നിലപാട് ഇക്കാര്യം മുൻനിർത്തിയാണെന്നാണ് സൂചന. ഇത് പക്ഷേ പദ്ധതിയുടെ ചിലവ് കൂട്ടുമെന്ന ആശങ്ക കേരളം ചൂണ്ടിക്കാട്ടും. റെയിൽവേ നിർദ്ദേശപ്രകാരം ബ്രോഡ്ഗേജിലേക്ക് മാറിയാൽ ഭൂമി വിട്ടുതരുമോ എന്നതിൽ കേരളം യോഗത്തിൽ വ്യക്തത തേടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭാര്യയുടെ ജീവനെടുത്ത തീക്കളി. കൊല്ലത്ത് ഭാര്യയെ തീവച്ചു കൊന്ന കേസിലെ പ്രതി പത്മരാജനുമായി തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ്. പത്മരാജനെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുക്കുകയാണ്. നേരത്തെ അദ്ദേഹം കുറ്റസമ്മത മൊഴി പത്മരാജൻ നൽകിയിരുന്നു. ഭാര്യയ്ക്ക് ബിസിനസ് പങ്കാളിയുമായുള്ള അടുപ്പമാണ് ഈ കൊലയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചത് എന്നതാണ് പത്മരാജൻ നൽകിയ മൊഴി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. സജിത്ത്, ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ തെളിവെടുപ്പ് നടന്നത്. ഒരു 5 മിനിറ്റ് മാത്രമേ പ്രതിയുമായി പോലീസ് സംഘം ഈ ചെമ്മാമുക്കിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിന്റെ ഭാഗമായി എത്തിയുള്ളൂ. കൊല്ലം ഈസ്റ്റ് സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പത്മരാജനുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ മടങ്ങാനൊരുങ്ങുന്നത്. കാരണം പ്രതി തന്നെ നേരത്തെ കുറ്റം സംബന്ധിച്ച പശ്ചാത്തലത്തിലാണ് ഔദ്യോഗികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രം ഈ തെളിവെടുപ്പ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. വലിയ പോലീസ് സുരക്ഷയിലാണ് ഇവിടെ ഈ നടപടികൾ ഇപ്പോൾ പൂർത്തിയായത്. അല്പസമയത്തിന് മുമ്പാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അനിലയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. അതിന് പിന്നാലെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിയുമായി തെളിവെടുക്കുന്നതിന് വേണ്ടി ചെമ്മാമുക്കിലെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക്, വാഹനത്തിന് തീവെച്ച സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തിയത്. എന്തായാലും വലിയ ഈ പ്രതിയെ കാണുന്നതിന് വേണ്ടി, തെളിവെടുപ്പ് നടപടികൾ വീക്ഷിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിൽ ആൾക്കൂട്ടം ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ടായി. എന്തായാലും ഈ നാടിപ്പോഴും ഈ ഒരു ഇങ്ങനെയൊരു കൊടും ക്രൂരമായ കൊലപാതകത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമായിട്ടില്ല എന്ന് വേണം എടുത്തു പറയാൻ. ഒരു കൂസലുമില്ലാതെയാണ് പ്രതി തെളിവെടുക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരോട് സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. കൊല്ലം ഈസ്റ്റ് സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ശരി, അതാണ് തെളിവെടുപ്പ് പൂർത്തിയായി. വളരെ വേഗത്തിൽ തന്നെ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് സംഘം അവിടുന്ന് മടങ്ങിയിരിക്കുന്നു. ഭാര്യ അനിലയ്ക്ക് കച്ചവട സ്ഥാപനത്തിലെ പങ്കാളി ഹനീഫുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന കുറ്റസമ്മതം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അനിലയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. നടു റോഡിൽ വീട്ടമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ചെമ്മാമുക്ക് ഇപ്പോഴും മുക്തമായിട്ടില്ല. അദ്ദേഹത്തിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹനീഷുമായി അനിലയ്ക്ക് ഒരു അവിഹിതമായ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സംശയത്തിലായിരുന്നു ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് പത്മരാജൻ കടന്നത് എന്ന സൂചനകളാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. വാഹനത്തിൽ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഹനീഷാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ നേരെ വന്ന് യാതൊരു പ്രകോപനവും കൂടാതെ വാഹനത്തിനുള്ളിലേക്ക് ഈ പെട്രോൾ ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തിയത് എന്നും അന്വേഷണ സംഘത്തോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അനിലയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ ഭർത്താവ് പത്മരാജൻ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് നടത്തിയ കുറ്റസമ്മതം ഇങ്ങനെ: ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനില അനുസരിച്ചില്ല. കൺമുന്നിലിട്ട് ഹനീഷ് കഴിഞ്ഞ ദിവസം തന്നെ മർദ്ദിച്ചിട്ടും പിടിച്ചുമാറ്റാൻ പോലും ഭാര്യ തയ്യാറായില്ല. ഇത് മാനസികമായി തന്നെ ഏറെ തകർത്തു. ഭാര്യയെ വകവരുത്തിയതിൽ കുറ്റബോധമില്ലെന്നും വിഷമമുള്ളത് തനിച്ചായ 14 വയസ്സുകാരിയായ മകളെ ഓർത്ത് മാത്രമാണെന്നുമാണ് പ്രതിയുടെ മൊഴി.
അതേസമയം പ്രകോപനമൊന്നും കൂടാതെയാണ് നട റോഡിൽ വാഹനം തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് വാഹനത്തിന് തീ കൊളുത്തിയതെന്നും രക്ഷപ്പെടുത്താനാവാത്ത വിധം മാംസം അടർന്നുപോയ നിലയിലായിരുന്നെന്നും സംഭവത്തിന് ദൃക്സാക്ഷികളായ യുവാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞങ്ങൾ ഓടി ഒന്ന് അടുത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് കത്തി വന്നിട്ട് അടുത്തോട്ട് പോകാൻ വയ്യ. മാക്സിമം അവർക്ക് അപ്പോഴത്തേക്ക് ഒരു 90-95% പുള്ളി മാറിയവർ. നമുക്ക് ഇവരുടെ മാംസം വിട്ടുമാറിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മളെ പച്ചില വെച്ച് അണയ്ക്കാൻ നോക്കി തീയാണെങ്കിൽ ലാസ്റ്റ് ചാക്ക് എടുത്തോണ്ട് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചെടുത്ത് മാംസം വിട്ടുമാറുക. സ്ഥലത്ത് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഡാൻ കുര്യൻ, ന്യൂസ് 18, കൊല്ലം. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ആയുഷ് ഷാജിക്ക് ജന്മനാടിന്റെ വിട. സംസ്കാരം കാവാലത്തെ വീട്ടുവളപ്പിൽ നടന്നു. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ആയുഷിന് അവസാനമായി കാണാൻ എത്തിയത്. 2 മണിയോടെ പാലായിലെ തറവാട്ടു വീട്ടുവളപ്പിലാണ് ദേവാനന്ദിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ആൽവിനെ മെഡിക്കൽ കോളേജിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇൻഡോറിൽ നേഴ്സായ അമ്മ ഉഷയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു ആയുഷ് എന്ന മിടുക്കനായ വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പുകളും. നഴ്സിംഗ് ജോലികൾക്ക് ശേഷം കുട്ടികളെ ട്യൂഷനെടുത്തും മകന്റെ പഠനത്തിനായി പണം സ്വരുക്കൂട്ടി. ഇൻഡോറിൽ തന്നെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ ഷാജിയുടെയും ഉഷയുടെയും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ഏറ്റവും മിടുക്കനായി അവൻ വളർന്നു. സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച് പറന്നുയരാൻ തുടങ്ങവേ അപ്രതീക്ഷിത വിധി. ഹൃദയം പിടയുകയാണ് ഈ അമ്മയ്ക്ക്. ഇൻഡോറിലാണ് കുടുംബം സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. അച്ഛൻ ഷാജിയുടെ നാടാണ് കാവാലം. എൻട്രൻസ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയപ്പോൾ ആയുഷ് ആലപ്പുഴ തിരഞ്ഞെടുത്തു. നാടും ആ തീരുമാനത്തിൽ സന്തോഷിച്ചു. കാവാലത്ത് കുട്ടനാടെന്ന് പറയുമ്പോൾ കൊച്ചിന് അച്ഛൻ്റെ നാടായതുകൊണ്ട് കൊച്ചിനൊരു വെറൈറ്റി, അതായത് നമുക്കൊരു സന്തോഷം ഉണ്ടാകും. കാരണം ഇഷ്ടമുണ്ടാകും. കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശമായിരുന്നു. കാരണം ഇവിടുത്തെ ആളുകളുടെ സഹകരണവും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചിന് നല്ല സന്തോഷമായിരുന്നു ഇവിടെ വരാനും ആലപ്പുഴ എടുക്കാനായിട്ട്. അപ്പോൾ ആലപ്പുഴ എടുക്കാനായിട്ട് കാരണം ഇത് തന്നെയാണ്. അച്ഛൻ്റെ വീട് അടുത്തുണ്ട്, ആളുകളുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാനും വരാനും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൊച്ചൻ നമുക്ക് ഇവിടെ തന്നെ തിരഞ്ഞെടുത്തത്. എല്ലാ വെള്ളിയാഴ്ചയും ചെറിയച്ഛന്റെ വീട്ടിലെത്തും. ഞായറാഴ്ച ഹോസ്റ്റലിലേക്ക് മടക്കം. ഇനി ഒരിക്കലും മടങ്ങിപ്പോകാത്ത വിധം കാവാലത്തെ കുടുംബ വീടിന്റെ പിന്നാമ്പുറത്ത് മണ്ണോട് ചേർന്നു. നീർച്ചാലുകൾക്കരികിലൂടെ നടന്നു നീങ്ങി കാവാലത്തിന്റെ ആ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് കൂട്ടുകാർ പറയുന്ന പോലെ എപ്പോഴും ചിരിക്കുന്ന അവരുടെ ആയുഷ് ഇനി മടങ്ങി വരില്ല. 1.5 മാസം മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആയുഷിനെ ചേർത്ത് മടങ്ങുമ്പോൾ കരുതി വെച്ച പ്രതീക്ഷകളെല്ലാം കാവാലത്തെ 6 അടി മണ്ണിന് മുകളിലായി കണ്ണീരായി പെയ്തിറങ്ങുകയാണ്. പഠനത്തിലെ മികവ് കൊണ്ട് ആയുഷിന് പലയിടങ്ങളിൽ നിന്നും അഡ്മിഷന് കോള് വന്നിരുന്നു. പക്ഷേ എവിടേക്കും പോകാൻ ആയുഷ് തയ്യാറായില്ല. ആയുഷ് തിരഞ്ഞെടുത്തത് ആലപ്പുഴയാണ്, അച്ഛന്റെ സ്വന്തം നാട്. ഒരുപക്ഷെ പഠനം പൂർത്തിയാക്കുമായിരുന്നുവെങ്കിൽ കാവാലത്തിന്റെ പ്രിയപ്പെട്ട സ്വന്തം ഡോക്ടറാകുമായിരുന്നു ആയുഷ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപം പുലർച്ചെയാണ് അപകടം നടന്നത്. തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി കേരളത്തിലേക്ക് വന്ന ലോറിയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചരക്ക് ലോറി അമിത വേഗതയിലായിരുന്നെന്ന് മിനി ബസിന്റെ ഡ്രൈവർ പറഞ്ഞു. நான் ஸ்லோ பண்ணி நிறுத்திட்டேன், வரதை பார்த்துட்டு லெஃப்ட் வார நிறுத்திட்டேன். நிறுத்தின உடனே பயங்கர பாஸ்ட் வந்து அடிச்சதுல வண்டி கீழே 30 அடி கீழே வந்துட்டேன். ஸ்ட்ரைட் நேரம் வந்து அடிச்சுட்டாடி டாரஸ் ஃபிளைட். நிறுத்திட்டேன்.
நிறுத்தின உடனே வந்து அடிச்சா வண்டி மரண சாத்து அது வண்டி கீழே போயிடுச்சு. அவரு வந்து நேரா வந்தாரு, ஒரு லாரி வந்துட்டு இருந்துச்சு, சைடு போட்டாரு, சைடு போயிட்டு நேரா வந்து அடிச்சிட்டாரு. ஃபுல்லா வந்துட்டு அப்படி നേരെ സൈറ്റാ നേരെ സാത്തിട്ട് அப்படி. തെന്മല പോലീസും നാട്ടുകാരും ചേർന്നാണ് രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചത്. ചേലക്കര MLA UR പ്രദീപും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. UR പ്രദീപ് സഗൗരവത്തിലാണ് പ്രതിജ്ഞയെടുത്തത്. നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. അതേസമയം ദൈവനാമത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സത്യപ്രതിജ്ഞ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തു. മുഖം മിനുക്കാൻ കോൺഗ്രസ്. KPCC പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കും. ഒഴിവുവന്ന പദവികളിലേക്ക് പുതുമുഖങ്ങളെ പരിഗണിക്കുന്ന കാര്യവും സജീവമായ ചർച്ചയിലാണ്. കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കാത്ത KPCC വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും DCC അധ്യക്ഷന്മാരെയും മാറ്റിയേക്കുമെന്നാണ് സൂചന. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്ത് സ്ഥാനചലനമുണ്ടായാൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന ആവശ്യവും മറുവാദമായി സുധാകരൻ പക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെയാണ് പുനഃസംഘടനാ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ സജീവമായിരിക്കുന്നത്. 1.5 വർഷത്തിനിടെ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ബൂത്ത് തലം മുതൽ പാർട്ടിയിൽ ഉടൻ അഴിച്ചുപണി നടത്തണമെന്നാണ് ആവശ്യം. KPCC അധ്യക്ഷൻ K സുധാകരനെ ഉൾപ്പെടെ മാറ്റണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തുണ്ടെങ്കിലും സുധാകരനെ മാറ്റിയാൽ VD സതീശനും പദവി ഒഴിയണമെന്ന നിലപാടാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തെ സുധാകരൻ പക്ഷം അറിയിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിലെ ജയപരാജയങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു. PT തോമസിന്റെ മരണത്തെ തുടർന്ന് ഒഴിവുവന്ന വൈസ് പ്രസിഡന്റ് പദവിയിലേക്കും പ്രതാപചന്ദ്രൻ നായരുടെ മരണത്തോടെ ഒഴിവുവന്ന KPCC ട്രഷറർ പദവിയിലേക്കും യുവമുഖങ്ങളെ കൊണ്ടുവരണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിമതനെ വിജയിപ്പിക്കാൻ കൂട്ടുനിന്ന DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന നിലപാടിലാണ് കണ്ണൂരിൽ നിന്നുള്ള ഭൂരിഭാഗം നേതാക്കളും. അതേസമയം തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിക്കെതിരെ പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് ശക്തമാണെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്തുണയാണ് അദ്ദേഹത്തിന് ആശ്വാസമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ K മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് സ്ഥാനം രാജിവെച്ച തൃശൂർ DCC അധ്യക്ഷൻ ജോസ് വള്ളൂരിന് പകരക്കാരനായി ജില്ലയിൽ നിന്ന് തന്നെയുള്ള പൊതുസമ്മതനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ പ്രവർത്തകർക്കിടയിലും അസംതൃപ്തി പുകയുന്നുണ്ട്. ജില്ലാ തലങ്ങളിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കുന്നതിൽ കാസർഗോഡ് DCC അധ്യക്ഷൻ PK ഫൈസലിനും കൊല്ലം DCC അധ്യക്ഷൻ P രാജേന്ദ്ര പ്രസാദിനും വീഴ്ച സംഭവിച്ചെന്ന പരിഭവവും KPCC നേതൃത്വത്തിനുണ്ട്. ഇതിനു പുറമെ പ്രായാധിക്യം പരിഗണിച്ച് വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചനെ മാറ്റുന്ന കാര്യവും ചർച്ചയിലുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക പ്രാതിനിധ്യവും ഉറപ്പുവരുത്തി പുനഃസംഘടന പൂർത്തിയാക്കുകയാണ് നേതൃത്വത്തിന് മുമ്പിലെ പ്രധാന വെല്ലുവിളി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മാധ്യമങ്ങളോട് വീണ്ടും തട്ടിക്കയറി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മാധ്യമപ്രവർത്തകരെ മാപ്രകളെന്ന് അധിക്ഷേപിച്ച സുരേന്ദ്രൻ മറ്റാരുടെയെങ്കിലും അച്ചാരം വാങ്ങി ഇവിടെ വന്ന് ചോദിക്കരുതെന്നും ആക്ഷേപിച്ചു. നിങ്ങൾ ഈ മാപ്രകളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വല്ലതും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ വിഷമമാണ്. ബാക്കിയുള്ളവരെ കുറിച്ച് എന്ത് വേണം നിങ്ങൾക്ക് പറയാം. ഭീഷണി വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചികിത്സ തേടണം. ഇതാദ്യമായിട്ടല്ല സുരേന്ദ്രൻ മാധ്യമങ്ങളോട് കയർക്കുന്നത്. നേരത്തെ പാലക്കാട് വെച്ചും കൊച്ചിയിൽ വെച്ചും
2 തവണ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. നിങ്ങളെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തനം നടത്താനാണ് ലൈസൻസ് തന്നിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി നടത്താനല്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ്, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള പരിപാടികൾ നടത്താനല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ആ SFI ഒന്ന് വിടും. നിങ്ങൾ ആ SFIക്കാരിൽ നിന്നൊന്ന് നേരെയായിട്ട് ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് മാറ്. ശമ്പളം തരുന്നത് AKI സെന്ററിൽ നിന്നോ ഇന്ദിരാഭവനിൽ നിന്നോ അല്ലല്ലോ. അതുകൊണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കും. പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം. ഇതിനെയൊക്കെ എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇതിന് ഞാൻ മറുപടി പറയണതാണ്. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിന്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. സമൂഹ മാധ്യമങ്ങളിലും സമാന നിലപാടാണ് സുരേന്ദ്രൻ സ്വീകരിച്ചത്. മാധ്യമങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്നത് തെറ്റിദ്ധാരണയാണെന്ന കുറിപ്പും സുരേന്ദ്രൻ നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ശരണമന്ത്ര മുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. ഉച്ചവരെ 40,532 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. ഇടയ്ക്ക് പെയ്ത ചാറ്റൽ മഴ തീർത്ഥാടകർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. മണിക്കൂറിൽ 2500-നും 3500-നും ഇടയിൽ തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തുന്നത്. കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്ന പരമ്പരാഗത കാനന പാതയും സത്രം പുല്ലുമേട് പാതയും 10 മണിയോടെ തീർത്ഥാടകർക്കായി തുറന്നുകൊടുത്തു. 75,453 തീർത്ഥാടകർ ഇന്നലെ ദർശനം നടത്തിയെന്നാണ് കണക്ക്. സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്നലെ 12,239 പേർ സന്നിധാനത്തെത്തി. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGP MR അജിത് കുമാറിനെ ചോദ്യം ചെയ്ത് വിജിലൻസ്. ആഡംബര വീട് നിർമ്മാണത്തിൽ ഉൾപ്പെടെയാണ് വിവരങ്ങൾ തേടിയത്. വായ്പയുടെ രേഖകളടക്കം MR അജിത് കുമാർ കൈമാറിയിട്ടുണ്ട്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,115, പവന് 56,920. 18 ക്യാരറ്റ് ഗ്രാമിന് 5,890, പവന് 47,120. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോഗ്രാമിന് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേള